ഹലോ, ഇന്ന് ഞാനും ബീനയും വന്നിരിക്കുന്നത് ഞങ്ങളുടെ അടുക്കളയിൽ നിന്നാണ്. അപ്പൊ നമ്മൾ പെണ്ണുങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയവും ചെലവാക്കുന്നത് അടുക്കളയിലാണ്. നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നതൊക്കെ അടുക്കളയിൽ നിന്നാണ്. അപ്പൊ ഇന്ന് അടുക്കളയിൽ നിന്ന് തന്നെ ആകട്ടെ നമ്മളുടെ ചോദ്യവും അതിനുള്ള ഉത്തരവും. അപ്പൊ ഇന്നത്തെ ചോദ്യം എനിക്ക് ബീനോട് ചോദിക്കാനുള്ളത്, ഡു യു ഹാവ്, നമുക്ക് എന്തെങ്കിലും ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം? ഓക്കെ, തീർച്ചയായിട്ടും മോളി, എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. വീണ, അല്ലെങ്കിൽ ഇതിന് നമുക്ക് എന്തോ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, നമ്മൾ എല്ലാ വർഷവും ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ എന്നോട് ചോദിക്കുന്ന എല്ലാവരോടും തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ജോലിയാണോ നോക്കുന്നത് അതെയോ ഒരു ബിസിനസ് ആണോ നോക്കുന്നത്? നമ്മളൊരു ജോലിയാണോ നോക്കുന്നതെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല, അല്ലേ? പക്ഷേ നമ്മുടെ നാട്ടിലെ കേരളത്തിലൊക്കെ ആണെങ്കിൽ കൈക്കൂലി മേടിക്കുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതൊരു ഇൻവെസ്റ്റ്മെന്റ് പോലെ നമ്മൾക്ക് തിരിച്ചു കിട്ടാത്ത ഇൻവെസ്റ്റ്മെന്റ് ആണത്. ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. പക്ഷെ നമ്മളുടെ ഈ ഓൺലൈൻ ബിസിനസ്സിന് എന്ന് പറയുന്നതിന് ഒരു ചെറിയ എമൗണ്ട് ബിസിനസ് ആയതുകൊണ്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ട്രഡീഷണൽ ആയിട്ട് നമ്മളൊരു കട തുടങ്ങണമെങ്കിൽ, ഇപ്പോൾ ഒരു തുണിക്കട ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പലചരക്ക് കട, സ്വർണ്ണക്കട, ഒരു റെസ്റ്റോറൻറ്റ്, എന്തായാലും നമ്മൾക്കൊരു ബിഗ് എമൗണ്ട്, ഒരു 50-60 ലക്ഷം രൂപയെങ്കിലും ഇല്ലാണ്ട് നമ്മൾക്ക് അതൊന്നും തുടങ്ങാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഓൺലൈൻ ബിസിനസ് ഞാനും മോളെയും ചെയ്യുന്നത്, അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ ഒരു 10% മാത്രമാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്, ഒരു മിനിമം ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാനായിട്ടുള്ളത്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ് നമ്മൾ ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് നമ്മളത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോവുക ചെയ്യുന്നത്. അല്ലാതെ അതിൻ്റെ അകത്ത് നമ്മൾ വൺസ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആരും പുഷ് ചെയ്യുന്നില്ല. നമ്മൾ തന്നെ ഒരു കമ്മിറ്റ്മെന്റ് എടുത്ത് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമാണ് അതിൽ നിന്ന് നമ്മൾക്ക് വരുമാനം ഉണ്ടാകുള്ളൂ. കമ്പനി ഫുള്ള് ട്രെയിനിങ് കാര്യങ്ങൾ എല്ലാ സംഗതിയും തരും. പക്ഷെ ആരും പുറകിലിരുന്ന് പഠിക്കും മോളെ ചെയ്യും മോളെ ആരും പറയാൻ പോകുന്നില്ല. അതാണ് അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മുടെ സ്വന്തം ബിസിനസ് ആണ്, അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളപ്പോ നമ്മൾ ചെയ്യുന്നു. നമുക്ക് ഇപ്പൊ മുമ്പോട്ട് ഇപ്പൊ സ്പീഡിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡിൽ പോകാം, അല്ല നമുക്ക് ഇതൊക്കെ സമയം എടുത്ത് പോയാൽ മതി, സമയം എടുത്ത് പോയാൽ മതി. അപ്പൊ അത്രയും നല്ലൊരു ബിസിനസ്, സ്ട്രെസ് ഇല്ലാത്തൊരു ബിസിനസ്, ബീന പറഞ്ഞ പോലെ എല്ലാ ട്രെയിനിങ്ങും ഇതിന് വേണ്ട ടൂൾസ് എല്ലാം തരുന്നൊരു ബിസിനസ്. നമുക്ക് സ്ട്രെസ് ഇല്ല, പിന്നെ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നെയോ മോളെയോ കണക്ട് ചെയ്യുക. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞതുപോലെ, ഇതിന് മുൻപിലത്തെ വീഡിയോ പറഞ്ഞതുപോലെ, ഞങ്ങൾ രണ്ടുപേരും എൻഫീൽഡിൽ തന്നെയാണ്, ലണ്ടനിൽ. അപ്പോൾ ഏത് ഭാഗത്തു നിന്നും, ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നുള്ള ആൾക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ബിസിനസ് ആണ് കേട്ടോ. അല്ലാതെ UK മാത്രമുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള ബിസിനസ് അല്ല, ആണുങ്ങൾക്കും സ്റ്റേ അറ്റ് ഹോമും ആർക്ക് വേണമെങ്കിലും, നഴ്സസ്, ഡോക്ടേഴ്സ്, IT പ്രൊഫഷണൽസ്, ട്രക്ക് ഡ്രൈവേഴ്സ്, ഷോപ്പ് കീപ്പേഴ്സ്, ആരായാലും എന്ത് ജോലി ചെയ്യുന്ന ആൾക്കും ഒരു കോച്ചബിൾ നേച്ചർ അല്ലെങ്കിൽ ഒരു പഠിക്കാനുള്ള ഒരു ലേണിംഗ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണത്. അതെ, സന്തോഷത്തോടെ സ്ട്രെസ് ഇല്ലാതെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ മോളുമായിട്ട് കണക്ട് ചെയ്യുക. താങ്ക് യു. ബൈ.